നല്ല ചെമ്മീനും നല്ല ക്രിസ്പി ആയിട്ടുള്ള വെജിറ്റബിൾസും ഒന്നിച്ച് ഒരു സ്റ്റിർ ഫ്രൈഡ് പ്രോൺസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാമല്ലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അതിന് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കണം. ചൂടാക്കി കഴിഞ്ഞിട്ട് നല്ല ഡൈസ് ചെയ്ത ഒണിയൻ, നല്ല സവാള, ഒരു വലിയ സവാള മതി, അത് ഡൈസ് ചെയ്തിട്ട് നമുക്കതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം. ഇത് ഓരോരോ വെജിറ്റബിൾസ് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റിയിട്ടാണ് പിന്നെ എല്ലാം കൂടെ യോജിക്കുന്നത്. അപ്പോഴാണ് ആ വെജിറ്റബിൾസൊക്കെ നല്ല ക്രിസ്പായിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ ചെമ്മീനിൽ കുറച്ച് ഉപ്പും പെപ്പറും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ഫ്രൈ ചെയ്ത ഒണിയനെ നമുക്ക് ആ പാനിൽ നിന്ന് മാറ്റാം. അതിനുശേഷം അതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ആ ഓയിലിൽ തന്നെ നമുക്ക് ആ ഓയിൽ തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അധികം ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതിനകത്ത് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ടിട്ട് രണ്ട് സൈഡും നല്ല ഓറഞ്ച് കളർ ആവുന്നവരെ ഒരു 3 to 4 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് കുക്കാക്കി എടുക്കാം. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്കതിനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡും കുക്കായിട്ട് അതിനെ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് മാറ്റണം. എന്നിട്ട് വേണം അടുത്ത പ്രോസസ്സ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ചെമ്മീനൊക്കെ നല്ല ഓറഞ്ച് കളർ ആയിട്ടുണ്ട്. നമ്മൾ ഉള്ളി വറുത്ത പ്ലേറ്റിലോട്ട് തന്നെ ഈ ചെമ്മീനിനെ ഫ്രൈ ചെയ്തതും മാറ്റിയെടുക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ ആ ഓയിൽ തന്നെ നല്ലൊരു ബ്രൗൺ ആവുന്നവരെ മൂപ്പിച്ച് എടുക്കണം. അതിൻ്റെ കൂടെ ഇപ്പോൾ കുറച്ചും കൂടെ എണ്ണയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്ത് നമുക്കതിന് ഒരു നല്ലൊരു ഫ്രൈ ആവുന്നവരെ, ഒരു ബ്രൗൺ ആവുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ആവശ്യം ചേർക്കാനുള്ള കുറച്ച് മഷ്റൂംസ്, ഒരു 4-5 മഷ്റൂംസും ബേബി കോണും സ്ലൈസ് ചെയ്തിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത് ഓൾറെഡി കുക്കാവും, അത്രയും സമയം മതി. അതിനെ നമുക്ക് ആ ചെമ്മീൻ്റെയും ഒണിയൻ്റെയും കൂടെ ആ പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ആ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് കുക്ക് ചെയ്യാവുന്ന വെജിറ്റബിൾസ്, അതായത് ക്യാരറ്റും ബ്രൊക്കോളിയാണ്, അതിന് കുറച്ച് കുക്കിംഗ് ടൈം ഉണ്ട്. അതും കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് സ്റ്റോക്കും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കതിനെ കുക്ക് ചെയ്ത് എടുക്കാം. ഏത് വെജിറ്റബിൾ സ്റ്റോക്കോ ചിക്കൻ സ്റ്റോക്കോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. സ്റ്റോക്ക് ഒഴിച്ചിട്ട് നമുക്കതിനെ മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ അടപ്പ് തുറന്ന് നോക്കി ഒരു 2 മിനിറ്റ്സ് എടുക്കുകയുള്ളൂ. അപ്പോഴേക്കും അത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അത്രയും മതി, നല്ല ക്രിസ്പായിട്ടിരിക്കണം വെജിറ്റബിൾസ്. അപ്പോൾ അത്രയും കുക്കായാൽ മതി. എന്നിട്ട് നമുക്ക് ഫൈനലായിട്ട് കുറച്ച് പാലക്ക്, കുറച്ചും കൂടെ നല്ലതാണ്, ഈ ചെമ്മീൻ്റെ കൂടെ പോകാനായിട്ട് നല്ലതാണ്. അപ്പോൾ കുറച്ച് പാലക്ക്, ഒരു 1/2 കപ്പ് പാലക്കും കൂടെ നമുക്കിട്ട് കുക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി. ഇനിയിപ്പം നമ്മൾ ആ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന എല്ലാം തിരിച്ച് ഈ പാനിലിട്ടിട്ട് നമ്മൾ ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കണം. അപ്പോൾ ബാക്കിയുള്ള സ്റ്റോക്കിൽ 1 ടേബിൾ സ്പൂൺ സോയ സോസും 1 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസും മിക്സ് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് ഞാൻ ഇതുവരെ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്കിനൊക്കെ ഉപ്പുള്ളതുകൊണ്ട് നമുക്ക് വേറെ ഉപ്പ് ആഡ് ചെയ്യേണ്ട. ആ സ്റ്റോക്ക് സോസ് ആഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് അതിനകത്ത് അതിൻ്റെ ഉപ്പ് കിട്ടിക്കോളും. എന്നിട്ട് എല്ലാം കൂടെ യോജിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കോൺഫ്ലവർ, ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സ്റ്റിർ ഫ്രൈ പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തിട്ട് എടുത്താൽ നല്ലൊരു ഡിഷാണിത്. പ്ലെയിൻ റൈസിൻ്റെ കൂടെ നല്ലതാണ്, അല്ലെങ്കിൽ നൂഡിൽസിൻ്റെ കൂടെ കഴിക്കാം. ഞങ്ങളിപ്പോൾ നൂഡിൽസും ഒരു ഫ്രൈഡ് എഗ്ഗും കൂടെ ഇട്ടിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഡിഷാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ്. പിന്നെ ഈ വെജിറ്റബിൾസ് തന്നെ ആഡ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പൊക്കോളും. ചെമ്മീൻ്റെ കൂടെ ഏത് വെജിറ്റബിൾസും പൊക്കോളും.